ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചെടുത്ത വീഡിയോ നമ്മൾ VN എഡിറ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അത് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനാൽ നമുക്ക് VN എഡിറ്റർ ഓപ്പൺ ചെയ്യാം. നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോയോ വീഡിയോയോ നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു ഇമേജാണ് ഇവിടെ സെലക്ട് ചെയ്ത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ഇമേജിലേക്കാണ് നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ടൈം ലൈനിലേക്ക് ആഡായി. നമുക്ക് ഇതൊന്ന് സൂം ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടുന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്രോമ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു റൗണ്ട് സർക്കിൾ വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒരു മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇവിടെ റിമൂവ് ആകുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ നല്ല പെർഫെക്റ്റായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ആ സമയം താഴെ നമുക്കിവിടെ ഇൻറ്റൻസിറ്റി, സ്പിൽ എന്ന് രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇൻറ്റൻസിറ്റിയും സ്പില്ലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ നല്ല പെർഫെക്റ്റായിട്ട് റിമൂവ് ആയി കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം.